ഇവിടെ ഇങ്ങനെ സംസ്കാരം സമസ്തകാല ജമിയത്തിലും ഉണ്ടാക്കി. സമസ്ത ആ സംവിധാനത്തിൽ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ മതസംഘടനകൾ പോലും അത്തരം സംവിധാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും സമസ്ത ഈ സമൂഹത്തെ പിറകോട്ട് വലിച്ചു എന്ന് ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനപരമായ അത്തിവാരമിട്ടത് സമസ്തകാല ജമിയത്തുലമയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഉന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മദ്രസയാണെങ്കിലും അറബിക് കോളേജാണെങ്കിലും ഒക്കെ സമസ്തയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്തയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്തയുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ഈ സംസ്കാരത്തിന് കോട്ടം തട്ടാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ടും സമസ്തക്ക് നിർബന്ധം ഉണ്ടാവുമല്ലോ. ഇത് സമസ്തകാല ജമിയത്തുലമയുടെ ആശീർവാദത്തോടുകൂടി നടത്തുന്ന ഒരു കോളേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ അറബിക് കോളേജ് തുടങ്ങിയാൽ ആ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി സമസ്ത സംഭാവന കൊടുത്തോന്നല്ല നോക്കുക ആളുകൾ. ആ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയപ്പോൾ ആ സ്ഥലം സമസ്തയുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നല്ല ആളുകൾ നോക്കുക. പരസ്യവാചകത്ത് പറഞ്ഞത് എന്താണ്? ഇത് സമസ്തകാല ജമിയത്തുലമയുടെ ആശീർവാദത്തോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് ഉദ്ഘാടനത്തിന് വരുന്നതാണ് ആരാണ്? അത് സമസ്തയുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. അതിന് തർക്കലിടാൻ വരുന്ന ആരാണ്? അത് സമസ്തയുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. അതോടുകൂടി സമൂഹം എന്ത് വിശ്വസിച്ചു? ഇവിടെ പോയാൽ സമസ്തകാല ജമിയത്തുലമ വിഭാവന ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം എൻ്റെ മകന് കിട്ടും, എൻ്റെ മകൾക്ക് കിട്ടും. ഇതാരും വിശ്വസിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനമാണെങ്കിലും ഈ രക്ഷിതാവിന്റെ വിശ്വാസം അവൻ കബളിപ്പിക്കപ്പെടാൻ പാടില്ല എന്നത് സ്വാഭാവികമായും സമസ്തക്ക് നിർബന്ധമുണ്ടാകും. അതൊരു തെറ്റല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ മേൽവിലാസം പറയരുത്, ഇത് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ നടത്തുന്ന ഒരു ട്രസ്റ്റാണ്, ഞങ്ങളുടെ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു അവകാശമില്ല, ഞങ്ങൾ ഷെയർ വാങ്ങി, ഞങ്ങൾ സ്ഥലം വാങ്ങി, ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി, ഞങ്ങളെ കൂട്ടത്തിലുള്ള അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് കൂടിയിട്ടൊരു സിലബസ് ഉണ്ടാക്കി ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ്, സൗകര്യമുള്ള വന്നോ, ആരും അങ്ങോട്ട് പോവില്ല. എന്തിന്? എതിർക്കാൻ പോകില്ലെന്ന് ഞാൻ പറഞ്ഞു, ചേർക്കാൻ പോകില്ലെന്നല്ല. ആരും ഇഷ്ടമുള്ള കുട്ടികളെ ചേർക്കും. ഇവിടെ ഒരു സംഘടനക്കും അവിടെ എന്ത് സംഭവിച്ചാലും ഒരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ സമസ്തകാല ജമിയത്തുലമയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെട്ടാൽ, അങ്ങനെ ആയിരുന്നല്ലോ പല സംവിധാനങ്ങളും തുടക്കം കുറിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. സമസ്തകാല ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് ഇങ്ങനെ പരസ്യം ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സംവിധാനം വഴിതെറ്റി സഞ്ചരിക്കുന്ന ഘട്ടമുണ്ടായാൽ അവിടെ സമസ്തകാല ജമിയത്തുലമ ഇടപെടും. ആ ഇടപെടുന്ന തെറ്റാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതൊരു തെറ്റല്ലല്ലോ. ആ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സമസ്തയുടേതാണെന്ന് വിശ്വാസമർപ്പിച്ച രക്ഷിതാക്കളെ വഞ്ചിക്കുന്നതിനും കബളിപ്പിക്കുന്നതിനും സമാനമല്ലേ? ഒരു നേതൃത്വം ചെയ്യാൻ പാടില്ലല്ലോ സമൂഹത്തോട്. പ്രത്യേകിച്ച് സമൂഹത്തിൽ വിശ്വാസ്യതയുള്ള നേതൃത്വം സംബന്ധിച്ചിടത്തോളം ആ നേതൃത്വം സമൂഹത്തെ കബളിപ്പിക്കാൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള ചില ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ചയിലൊക്കെ ഇരുന്ന CAC-യുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് സമസ്ത എത്തിയത്. അത് നല്ല രീതിയിൽ പരിഹരിക്കാനും ഒരുമിച്ച് കൊണ്ടുപോകാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തി. വിട്ടുവീഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയെ പോലെയുള്ള ഒരു മഹാപണ്ഡിത പ്രസ്ഥാനം അങ്ങനെയൊന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വിദ്യാഭ്യാസമാണ്, പഠിക്കുന്ന നൂറുകണക്കിന് കുട്ടികളുടെ കാര്യമാണ്, അവരുടെ ഭാവിയാണ്, അവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി ഇതിന്റെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് ആവശ്യമായ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ഭൂമിയോളം ക്ഷമിക്കുന്ന, നിരന്തരം വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനമാണ് സമസ്തകാല ജമിയത്തുലമ സ്വീകരിച്ചത്. പക്ഷേ മറുപക്ഷത്തു നിന്ന് ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും സമീപനം മാത്രമേ നമ്മുടെ നേതാക്കൾക്ക് കേൾക്കേണ്ടി വന്നത്. അവസാനം സമസ്ത അതിൽ അന്തിമമായിട്ട് തീരുമാനം പ്രഖ്യാപിച്ചു. ഇടക്കാലത്തൊക്കെ ചില സൂചനകൾ നമ്മുടെ സമൂഹത്തിന് കൊടുത്തിരുന്നു.
ഈ സൂചനകൾ കൊടുത്തപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയെ സമൂഹം എത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ അവലംബിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. CIC-യുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സൂചന 2 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുലമ സമൂഹത്തിന് കൊടുത്തു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കാർമ്മികത്വം വഹിക്കുന്ന ആളെ തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ നടക്കുന്നുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന രീതിയിൽ സന്ദേശം മാത്രമേ കൈമാറിയിട്ടുള്ളൂ. ആ സന്ദേശം കൈമാറിയപ്പോഴേക്ക് ആ കൂട്ടത്തിലുള്ള 10-40ഓളം സ്ഥാപനങ്ങൾ അതൊഴിവാക്കി ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമ പറയുന്നിടത്ത് നിൽക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനമെടുക്കുന്നതിന്റെ 2 വർഷം മുമ്പ് മാറിപ്പോന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സ്ഥാപന മാനേജ്മെന്റുകളും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അവിടുത്തെ രക്ഷിതാക്കളും ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തീരുമാനത്തിൽ എത്രത്തോളം വിശ്വാസമർപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ചില സ്ഥാപനങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങൾ അഡ്മിഷൻ എടുക്കണില്ല, ഇവിടെ ഉള്ള കുട്ടികളെ അതെങ്ങനെയെങ്കിലും ഒരു വെപ്പും കത്തിയിട്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഫീസ് ഊരിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്ത് ട്രാൻസ്ഫോമർ കൊടുത്തും കാര്യമില്ല. അത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഈ സമൂഹത്തിലുള്ള വിശ്വാസത്തിന്റെ അടയാളമാണ്. അത് നമ്മളാരും പറഞ്ഞും പ്രസംഗിച്ചു എഴുതിയുണ്ടാക്കിയതല്ല. അത് സമൂഹം പതിറ്റാണ്ടുകളായി ഇവിടെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു സംഗതിയാണ്. ഈ നേതൃത്വത്തിനുള്ള വിശ്വാസമാണ്. എന്നിട്ടും നിരന്തരമായ ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും ശേഷം ഇതൊത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിരന്തരമായ ശ്രമം നടത്തി. ആ ശ്രമങ്ങളൊക്കെ അവസാനം പരാജയപ്പെടുകയായിരുന്നു. ഈ സമുദായത്തിൽ ആശയപരമായ അപകടമുണ്ടാക്കുന്ന ചില രീതികൾ, ചില പ്രവണതകൾ, അതുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, അവിടെ ക്ലാസ് എടുക്കുന്നവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, പരിശോധിക്കണം, നിരന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിനിടയിലാണ് ഒരു ദിവസം മാധ്യമ പത്രത്തിൽ വാർത്ത വന്നു. ആലുവയിൽ നിന്നാണ് വാർത്ത. ആ വാർത്തയിൽ പറയുന്നത്, ഷെയ്ഖ് യൂസുഫ് അസ്ഹരി ആലുവ അസ്ഹർ കോളേജിലെ ശരീഅത്ത് വിഭാഗം തലവനായിട്ട് ചുമതലയേറ്റു. ഒരു സാധാരണ വാർത്തയിൽ പ്രത്യേകിച്ചൊന്നും തോന്നൂല. ആലുവ അസ്ഹർ കോളേജിൽ ഒരു അധ്യാപകൻ അവിടുത്തെ ശരീഅത്ത് വിഭാഗം തലവനായിട്ട് ചുമതലയേറ്റു എന്നാണ് വാർത്ത. ആ വാർത്ത ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ വാർത്തയുടെ അവസാന ഭാഗത്ത് പറയുന്നു, ഇദ്ദേഹം ഇക്കാലം അത്രയും കാളികാവിലെ വാഫി PG ക്യാമ്പസിൽ അധ്യാപകനായിരുന്നു. ഇപ്പൊ അദ്ദേഹം ശരീഅത്ത് വിഭാഗം തലവനായിട്ട് ചേർന്ന എവിടെയാണ്? ആലുവ അസ്ഹർ കോളേജിൽ. ആലുവ അസ്ഹർ കോളേജ് ആയതാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ ശരീഅത്ത് വിഭാഗം ഹെഡാകാൻ മാത്രം യോഗ്യതയുള്ള ഒരാൾ ഇക്കാലം അത്രയും ഇതുപോലുള്ള സ്ഥാപനത്തിലെ കുട്ടികളെ പഠിപ്പിച്ചു എന്ന് കേട്ടാൽ അതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലുള്ള അധ്യാപനമായിരിക്കും അദ്ദേഹം? ഇംഗ്ലീഷും കണക്ക് കൊടുക്കാൻ വന്നതല്ല. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ഇംഗ്ലീഷും കണക്കും അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ അറിയാത്തതുകൊണ്ട് ആ ഗ്രാമർ ക്ലാസ് എടുക്കാൻ വന്നതല്ല. ശരീഅത്ത് വിഭാഗം തലവനായിട്ടാണ് ചുമതലയേറ്റത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉസ്താദുമാർ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇതിലെ കണ്ടതിന്റെ ചില ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ താൽക്കാലികമായിട്ട് ജോലി മാറിപ്പോകുന്നത് ഇതുപോലുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്കല്ല, ഇതിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്കല്ല, ഇതേപോലുള്ള മറ്റൊരു അധ്യാപനം നടത്താൻ വേണ്ടിയിട്ടല്ല, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുന്ന അവരുടെ സ്ഥാപനത്തിൽ അവർക്കനുസരിച്ചുകൊണ്ട് ശരീഅത്തിനെ വ്യാഖ്യാനിക്കാൻ പ്രാപ്തനായ ഒരാളെയാണ് അക്കാലം അത്രയും ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ആശയപരമായി എത്ര അപകടകരമായ തലത്തിലേക്കാണ് ആ സ്ഥാപനവും ആ സ്ഥാപന നടത്തിപ്പുകാരും ആ സംവിധാനം കൊണ്ടുപോയിരുന്നത്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ ആശങ്കകൾ എത്രമാത്രം സത്യമായിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിയാണ്. അവസാനം കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ സമസ്ത ഇത് സംബന്ധമായ അന്തിമമായ തീരുമാനം പ്രഖ്യാപിച്ചു. ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴാണ്
സ്വാഭാവികമായിട്ടും അതുവരെ ഞാൻ സുന്നിയാണ്, ഞാൻ സമസ്തക്കാരനാണ് എന്ന് അവകാശപ്പെട്ട് നടന്നിരുന്ന, ഇതിന്റെ കാർമ്മികത്വം വഹിച്ചിരുന്ന ആളുകൾ പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ്, അതിനെ ശുദ്ധീകരിക്കണം. ഇവിടുത്തെ സുന്നികളെയും സമസ്തയെയും യാഥാസ്ഥികന്മാരാണെന്ന് ഇക്കാലം അത്രയും വിളിച്ചത് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാരാണ്. ഇക്കാലം അത്രയും വിളിച്ചത് അത് ബിദഈ പ്രസ്ഥാനക്കാരന്റെ ഭാഷയാണ്. സമസ്ത യാഥാസ്ഥികമാണ്, സമസ്തയെ ശുദ്ധീകരിക്കണം, സമസ്തയുടെ ഡ്രൈവർമാര് ശരിയല്ല. ഇങ്ങനെ മോശമായ അധിക്ഷേപങ്ങൾ ചൊരിയാണ്. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ സുന്നിയാണ്. ഈ കാപട്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ മനസ്സിലായി, ബോധ്യമായി. അവരതിൻ്റെ ചില സൂചനകൾ ഘട്ടം ഘട്ടമായിട്ട് സമൂഹത്തിന് കൈമാറി. ഇപ്പോൾ അതെല്ലാവർക്കും ബോധ്യമായി. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കണം, പരിശീലിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശബോധം അനുസരിച്ചുകൊണ്ട് പഠിക്കാൻ അവസരം അതിൻ്റെ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം. അതിന് വഴിതെറ്റുന്ന ഏത് സാഹചര്യം ഉണ്ടായാലും യഥാസമയം നമ്മുടെ സംഘടനാ നേതൃത്വം ഇടപെടും. കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവികമായൊരു ഇടപെടൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിൽ പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് ഇതിന് തിരിച്ചുള്ള പ്രതികരണങ്ങൾ. വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് സമസ്തയുടെ സംഘടനാപരമായ ഒരു വിഷയമാണ്. സംഘടനാപരമായ വിഷയം എന്ന് പറഞ്ഞാൽ തീർത്തും ആഭ്യന്തരമായ ഒരു കാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സംഘടനാ പ്ലാറ്റ്ഫോമിനകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത എടുക്കേണ്ട ആഭ്യന്തരമായ സംഘടനാ പ്രശ്നം മാത്രമാണ്. എന്നാൽ ഈ വിഷയത്തെ ഒരു സംഘടനാ പ്രശ്നം എന്നതിനെ മാറ്റിയിട്ട് ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിലുള്ള ഒരു കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കി വളരെ ബോധപൂർവം ഇതിന്റെ പേരിൽ മുസ്ലിം ലീഗിനും സമസ്തക്കും ഇടയിൽ അകൽച്ചയുണ്ടാക്കി, നേതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി, അങ്ങനെ ഒരു വലിയ കള്ളക്കഥ മെനഞ്ഞെടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. സത്യത്തിൽ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം സംഘടനയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. മറ്റാരും അതിൽ ഇടപെടേണ്ട കേസല്ല, ഇടപെടേണ്ട വിഷയവുമല്ല. പക്ഷെ അനാവശ്യമായി മറ്റുള്ള ആളുകളെ കൂടി ഇതിൽ കക്ഷി ചേർത്ത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ആളുകളെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഇത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കെട്ടുകഥകളും ദുഷ്പ്രചരണങ്ങളും നടത്തി അങ്ങനെ നമ്മുടെ മഹല്ലുകളിൽ പലർക്കിടയിലും അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും അകറ്റി നിർത്തിയിട്ട് മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് അതിന് കിട്ടും. കാരണം ഇന്നുവരെ ഒരു മഹല്ലിലും വേണ്ട പോലെ സ്വാധീനം നേടാൻ കഴിയാതെ നിരാശരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് മതസംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അസ്വാരസ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പഴുതിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് മഹല്ല് കമ്മിറ്റി കയറാൻ പറ്റുമോ, മദ്രസ കമ്മിറ്റി കയറാൻ പറ്റുമോ, നാട്ടിൽ അതിൻ്റെ ആളാകാൻ പറ്റുമോ, ഈ ഒരു അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പഴുതിലൂടെ എങ്ങനെയെങ്കിലും കയറിയിട്ട് നാട്ടിൽ മുഖ്യധാരയിലേക്ക് കയറി വരാൻ പറ്റുമോ അതിനിടം തേടി അതിനിങ്ങനെ സ്വപ്നം കണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രചരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓരയിക്കോളും. അതിന് പ്രചരണം അവർ ഏറ്റെടുക്കും. അതിന് വേണ്ട എല്ലാ ഏഷണികളും നടത്താനൊക്കെ അവർ വളരെ മുൻപന്തിയിലുണ്ടാകും. കാരണം എന്താണ്? അത് അവരുടെ സംഘടനയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ പറ്റുന്ന സംവിധാനമാണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിനെതിരായ ഒരു സമീപനം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണ്? സമസ്തക്ക് ഗുണമല്ല, മുസ്ലിം ലീഗിനും ഗുണമല്ല. മുസ്ലിം ലീഗ് സമസ്തക്കെതിരായ ഒരു സമീപനം സ്വീകരിച്ചു, മുസ്ലിം ലീഗിനും ഗുണമല്ല, സമസ്തക്കും ഗുണമല്ല. രണ്ടു കൂട്ടർക്കും നട്ടുണ്ടാകുന്നുള്ളൊരു ഏർപ്പാടിന് രണ്ടു കൂട്ടരും മെനക്കെടൂലല്ലോ. ഇത് സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. പിന്നെ രണ്ട് സംഘടനകളിലും വ്യത്യസ്ത കാഴ്ചപ്പാടുകാരുണ്ടാവാം. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുജാഹിദുകാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, സമസ്തക്കാരുണ്ട്, ഇതൊന്നും ഇല്ലാത്തവരുണ്ട്, പല വിഭാഗം ആളുകളുണ്ട്.
കാരണം എന്താണ്? അവരാ പാർട്ടിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് രാഷ്ട്രീയമായ നയസമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. സമസ്തയിലോ നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ ഒരുപാട് മുസ്ലിം ലീഗുകാരാണ്, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുകാരുണ്ട്, മറ്റു പല പാർട്ടിക്കാരുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ആൾക്കാരുണ്ട്, ഒരു രാഷ്ട്രീയമായ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, പല കാഴ്ചപ്പാടുകാരുണ്ട്. ഇത് രണ്ടും ഒരിക്കലും പരസ്പര വിരുദ്ധാകുന്നില്ല. കാരണം എന്താണ്? ഇവർ സമസ്തയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് മതപരമായി ഞങ്ങൾ അവലംബിക്കേണ്ട പ്രസ്ഥാനം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. ആ പ്രസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൂട്ടർ ലാഭം എടുക്കലും ഒരു കൂട്ടർക്ക് നഷ്ടം എന്ന് പറഞ്ഞ പരിപാടിയില്ല, രണ്ടുപേർക്കും നഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് നേതൃത്വവും അതിന് ശ്രമിക്കൂല എന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ട് അവിടെയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നമാക്കിയിട്ട് ഇത്തരം ഒരു സംഘടനാ പ്രശ്നത്തെ വ്യാഖ്യാനിച്ച് ബോധപൂർവം സമൂഹത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. ചില സാധുക്കളൊക്കെ അത് ശരിയാന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ സമസ്തനെ തെറി പറയാനും ഇനിയിപ്പോൾ എസ്കേസപ്പുകാർ അങ്ങനെ വേണ്ട, പള്ളിയിലെ മറ്റേ പിരിവ് വേണ്ട, ഈ പിരിവ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ആരും ആക്ഷേപിക്കണില്ല. ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് എസ്കേസപ്പ് ഒരു മഹല്ലിൽ കുറച്ച് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, കുറച്ചു കാലം മുമ്പേ ചെറിയൊരു അസുഖം ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മദ്രസയിൽ യോഗം നടത്തുകയാണെങ്കിൽ ആ മദ്രസയിൽ റേഞ്ച് യോഗം നടത്താം, മഹല്ലിന്റെ പരിപാടി നടത്താം, SOS പരിപാടി നടത്താം, SMF പ്രീ മാരിറ്റൽ കോഴ്സ് നടത്താം, SKSF യോഗം നടത്താൻ പാടില്ല. ഇത് എവിടെ തന്നെയായ അങ്ങനെ ചില സ്ഥലങ്ങൾ പറയാം. SKSF പരിപാടി മദ്രസയിൽ നടത്താൻ പാടില്ല, വേറെ സമസ്തന്റെ എല്ലാ പോഷക സംഘടന പരിപാടി നടത്താം. കാരണം എന്താ അറിയോ? ആ നാട്ടിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന SKSF ആയിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് വല്ലാതെ തിളങ്ങണ്ട, അത്രേ ഉള്ളൂ, വേറെ കാരണമൊന്നുമില്ല. ഈ അസുഖമുള്ള ആളുകളുടെ മുമ്പിലാണ് ഇതുപോലുള്ള പുതിയൊരു കെട്ടുകഥ പ്രചരിപ്പിച്ചിട്ട് ഈ രണ്ട് സംഘടനകൾ തമ്മിൽ ചെറിയ അസ്വാരസ്യമുണ്ട് എന്ന ഒരില്ലാത്ത കഥ മെനഞ്ഞെടുത്തിട്ട് വലിയ ബോധപൂർവമായിട്ടുള്ള തെറ്റിദ്ധാരണയിൽ പരസ്പര വിദ്വേഷം നടത്താൻ ശ്രമിച്ചത്. ആ വിദ്വേഷത്തിന്റെ മറവിലാണ് ഇപ്പൊ പുതിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ സമസ്തക്കെതിരെ പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സമസ്തക്ക് ഒരു കൈത്താങ് എന്ന ഫണ്ട് കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ തെറിയിപ്പിക്കണില്ല, ഒരു ഫണ്ട് ശേഖരണം നടന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ആ ഫണ്ട് ശേഖരണം നടക്കുന്നു. ഓരോ വർഷവും പിരിച്ചെടുത്ത തുക ഏത് വിധത്തിൽ ചെലവഴിച്ചു എന്ന് തൊട്ടടുത്ത വർഷത്തെ ഫണ്ട് ശേഖരണത്തിന് മുന്നോടിയായിട്ട് പത്രത്തിൽ വിശദമായിട്ട് ചിത്രസഹിതം പ്രസിദ്ധീകരിക്കലുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന കോളേജ് ഉണ്ടാക്കി, ഇന്ന സ്ഥലത്ത് ഇന്ന പള്ളി ഉണ്ടാക്കി, അതിന് എത്ര രൂപ ചെലവഴിച്ചു, കൃത്യമായിട്ട് വളരെ സുതാര്യമായിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിന്റെ വിശദമായിട്ട് റിപ്പോർട്ടുകളും ഫീച്ചറുകളും ഒക്കെ വരാറുണ്ട്. ഇന്ന് വരെ ആർക്കും അതിൽ സംശയം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ആ ഫണ്ട് ചെലവഴിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ പള്ളി നിർമ്മിക്കാനും മദ്രസ നിർമ്മിക്കാൻ, അറബി കോളേജ് നിർമ്മിക്കാനും ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഈ ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഹാദിയ ധാരാളം മദ്രസകൾ നടത്തുന്നുണ്ട്. ആ മദ്രസകളിലൊക്കെ അംഗീകൃത മദ്രസകളിലേക്ക് സമസ്തയുടെ പാഠപുസ്തകം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അവിടേക്കുള്ള മുഫദ്ദിസുമാരെ ഫ്രീ ആയിട്ടാണ് വിട്ടുകൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാൻ മുഫദ്ദിസ് ഫ്രീ ആയിട്ട് പോലല്ലോ, മുഫദ്ദിസ് ശമ്പളം കൊടുക്കണം, സമസ്ത കൊടുക്കുന്നത്. അവിടുത്തെ പരീക്ഷയ്ക്ക് ഫീസ് വാങ്ങാറില്ല, സമസ്ത സൗജന്യമായിട്ട് നടത്തി കൊടുക്കും. ഒരുപാട് സംഗതികൾ ഹാദിയ മദ്രസയിൽ മാത്രമല്ല, ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും സമസ്തയുടെ വിദ്യാഭ്യാസ ദാവാ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. ആ ഫണ്ട് അതിന്റെ 50% പ്രസിദ്ധീകരണത്തിന് ചെലവഴിക്കണം എന്ന് അതിന്റെ വിഹിതങ്ങൾ രേഖപ്പെടുത്തിയെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 50% പ്രസിദ്ധീകരണത്തിന് വന്നു കഴിഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കിയുള്ള 50% സുപ്രഭാതത്തിനുള്ളതാണ്. അത് ഇവര് കൊടുക്കുന്ന വ്യാഖ്യാനാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഈ 8 കൊല്ലത്തിനിടയിൽ 50% പോയിട്ട് 10% പോലും സുപ്രഭാതത്തിന് കൊടുത്തിട്ടില്ല. കാരണം എന്താ കൊടുത്തിട്ടില്ല? നിങ്ങൾ ചെല്ലണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രഭാതം മാത്രമല്ല, ഇപ്പൊ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 100 പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിന്റെ പണിപ്പുറയിലാണ്. അതിന് പ്രത്യേകം ജീവനക്കാരൊക്കെ വെച്ച് എഴുത്തുകാരൊക്കെ സെലക്ട് ചെയ്ത് എഴുത്തുകാരുടെ മീറ്റിംഗൊക്കെ വിളിച്ചിട്ട് 100 പുസ്തകങ്ങൾ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 100 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്.
100 പുസ്തകങ്ങൾ എഴുത്തുകാരെ സംഘടിപ്പിച്ച് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് അവരെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ആ 100 പുസ്തകങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ എത്ര ഉറുപ്പിക ഉണ്ടാവും? അത് ഈ പ്രസിദ്ധീകരണത്തിന് വിഭാഗത്തിന്റെ പരിധിയിലാണ് വരിക. അങ്ങനെ സമസ്തയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് എത്രയോ ചെലവുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമസ്തയുടെ ഈ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സമസ്തയുടെ നേതാക്കൾക്കറിയാം, സമസ്തയുമായി അടുത്തിടപഴകുന്ന സംഘടനാ പ്രവർത്തകർക്കറിയാം, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇനി സമസ്ത ഈ പിരിക്കുന്ന ഫണ്ട് പ്രസിദ്ധീകരണത്തിന് എന്നുകൂടി അതിൽ എഴുതി വെച്ചത് കൊണ്ട് പ്രസിദ്ധീകരണത്തിന്റെ 50% സുപ്രഭാതത്തിന് കൊടുത്തു എന്ന് വിചാരിക്കുക. തെറ്റാണോ? എന്താ, സമസ്ത സുപ്രഭാതത്തിന്റെ മുഖപത്രമല്ലേ? ഈ സുപ്രഭാതത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ ഇതാണ് സുപ്രഭാതത്തിന്റെ കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് സുപ്രഭാതത്തിന് ഇന്നാലിന്റെ പോരായ്മയുണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരു പോരായ്മയും പറയാനില്ല, ഒരു പോരായ്മയും പറയാറില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈത്താങ് ഫണ്ട് ശേഖരണം അത് പരാജയപ്പെടണം, സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ പരാജയപ്പെടണം. എന്താ താല്പര്യം? അതിപ്പോ തൽക്കാലം വേണ്ട. അതിന് ന്യായവും കാരണങ്ങളൊന്നുമില്ല. ഈ പാമ്പ് മിന്നാമിനിങ്ങനെ വിഴുങ്ങാൻ വന്നൊരു കഥയുണ്ട്. പാമ്പ് മിന്നാമിനിങ്ങനെ ഇങ്ങനെ വിഴുങ്ങാൻ വന്നു. അപ്പൊ മിന്നാമിനുങ്ങ് ചോദിച്ചു, എന്നെ വിഴുങ്ങിക്കോ, അതിന് മുമ്പ് ഒരു 3 ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു മിന്നാമിനുങ്ങ്. പാമ്പ് പറഞ്ഞാ ചോദിച്ചോന്ന് പറഞ്ഞു. മിന്നാമിനുങ്ങ് ചോദിച്ചു, ഞാൻ നിങ്ങളെ പാമ്പുകളുടെ ഭക്ഷണത്തിൽപ്പെട്ട ഒരാളാണോ? നിങ്ങൾ സാധാരണ കഴിക്കണ ഭക്ഷണം ഉണ്ടല്ലോ, പല സാധനങ്ങളും പാമ്പ് കഴിക്കുമല്ലോ. അപ്പൊ ആ ഭക്ഷണ വിഭാഗത്തിൽപ്പെട്ട ആളാണോ, ഭക്ഷണ ശൃംഖലയിൽപ്പെട്ട ആളാണോ ഞാൻ? പാമ്പ് പറഞ്ഞ അല്ല. ഞാൻ ഇന്ന് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? പാമ്പിനോട് മിന്നാമിനും ചോദിച്ചു. ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത്? പാമ്പ് ചോദിച്ചു, എനിക്ക് നിന്റെ തിളക്കണ സഹിക്കാൻ കഴിയണില്ല, നിന്റെ തിളക്കണ സഹിക്കാൻ കഴിയണില്ല. ഇതേ അസുഖം ഇവിടെ സംഭവിക്കണം, ഇതേ അസുഖം, ഒരു മാറ്റമില്ല. സുപ്രഭാതത്തിന് ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തിരുത്താമല്ലോ. കുഴപ്പമാണെങ്കിൽ തിരുത്തല്ലോ. എന്തായാലും ഒന്നും പറയാനില്ല. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാർത്ത എഴുതുന്നതെന്നാണ് പല ആളുകളും പറയാറുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ പറയണം നിങ്ങൾ വല്ലാതെ നമ്മൾ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള. ഇടക്കിടക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, CPM-നെതിരെ വാർത്തകൾ വരുന്നു, എഡിറ്റോറിയലുകൾ വരുന്നു, ലേഖനങ്ങൾ വരുന്നു. നാളെ ഇപ്പോൾ ഫസ്റ്റ് പേജ് നിങ്ങൾ കണ്ടോ, ആ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ട് ആകെ B-ഷീറ്റാണ് വരാൻ പോണത്. ഇരട്ട ജീവപര്യന്തം തടവാണ് 10 ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം വലുതാക്കി നമ്മൾ കൊടുക്കും. ലീഗിനെതിരെ വാർത്ത വന്നിട്ടുണ്ടോ? ഒരു ലേഖനം വന്നിട്ടുണ്ടോ? ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടോ? ലീഗിന് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു സംഗതി ഈ 10-11 കൊല്ലത്തിനാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. എന്നാൽ ലീഗിന് ഗുണകരമാകുന്ന വല്ലതും വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ ലീഗിന്റെ 75-ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ചന്ദ്രിയേക്കാൾ മനോഹരമായ സപ്ലിമെന്റ് ഇറക്കി സുപ്രഭാതം. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി രേഖാമൂലം കത്തയച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ 75-ാം വാർഷികത്തിന് ഇത്രയും മനോഹരമായ സപ്ലിമെന്റ് ഇറക്കി ഈ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി സഹകരിച്ച് സുപ്രഭാതം മാനേജ്മെന്റിന് പ്രത്യേകം അഭിനന്ദനം എന്നിട്ട് കത്തെഴുതി. നമ്മൾ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇങ്ങനെ നാട്ടുകൂടെ നടക്കണ്ട വിചാരിച്ചിട്ടാണ്. പക്ഷെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പത്രം സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടൽ നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ആശയപരമായ കാര്യങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ വഴിതെറ്റ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനൊക്കെ വളച്ചൊടിച്ചും വികലമാക്കിയും വികൃതമാക്കിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതടിസ്ഥാനപരമായി നമ്മളെ തളർത്താനും നമ്മൾ നിർവീര്യമാക്കാനും നമ്മുടെ സംഘടനാ ശക്തിയെ ചോർത്തിക്കളയാനുമുള്ള ശത്രുവിന്റെ അജണ്ടയിൽ
പല നിരപരാധികളും നിഷ്കളങ്കരായ ആളുകളും വീണുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബന്ധപ്പെട്ട ആളുകൾക്ക് അത് തിരുത്തി കൊടുക്കാനും സൗഹൃദപരമായി എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വരണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വെസ്റ്റ് ജില്ലാ SKSF-ന്റെ സമ്മേളനമൊക്കെ വരാൻ വേണ്ടി പോകുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരിപാടികളും പദ്ധതികളും അതിൻ്റെ കർമ്മ പദ്ധതികളുമായിട്ടൊക്കെ നമ്മൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും സംഘടനയുടെ സന്ദേശം എത്തിക്കാനൊക്കെയുള്ള ഈ സമ്മേളന പ്രചാരണ പരിപാടികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ആദ്യം വലിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും, വലിയ അസ്വാരസ്യങ്ങളുണ്ടാകും. അതിനെക്കുറിച്ച് പല ആളുകളും സംശയം പ്രകടിപ്പിക്കും. ഇപ്പോൾ നമുക്കറിയാം ആലുവ ത്വരീഖത്തിനെ കുറിച്ച് സമസ്ത തീരുമാനം എടുത്തപ്പോൾ പല ആളുകളും പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലെ വലിയ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ആ ഉസ്താദിനെ ജീവിതകാലം മുഴുവൻ കണ്ട ആൾക്കാരാണ് ഞങ്ങൾ. ആ ഉസ്താദിൻ്റെ കൂടെ പോയ ആൾക്കാർ പറയാണ്, ആ ഉസ്താദിൻ്റെ കൂടെ പോയ ആൾക്കാർ, ഞാൻ 11-ാം വയസ്സിൽ ഉസ്താദിനെ കാണാൻ തുടങ്ങിയതാണ്. 12 കൊല്ലം ആ ഉസ്താദിൻ്റെ കീഴിലാണ് വളർന്ന്. ആ ഉസ്താദ് വഴിതെറ്റുന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. കാരണം എന്താണ്, എൻ്റെ മുമ്പിൽ ഇത്രയും മാതൃകാ യോഗ്യനായിട്ടുള്ള മറ്റൊരു ഉസ്താദില്ല. അതുകൊണ്ട് ആ ഉസ്താദ് ചേർന്ന ത്വരീഖത്താണോ, എന്നാൽ പിന്നെ എനിക്ക് അപ്പുറം ആലോചിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ത്വരീഖത്ത് കൂടി കുറേ ആൾക്കാരുണ്ട്. ആ ത്വരീഖത്ത് ഇപ്പം എന്തായി? ആ ത്വരീഖത്ത് ചേർന്ന ആളുകളുടെ അവസ്ഥ എന്തായി? ആ ത്വരീഖത്തിൻ്റെ അത് കൊണ്ടുനടന്നിരുന്ന ആളുകൾ മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അതിൻ്റെ ആളായിട്ട് ഏറ്റെടുത്തു. ഇപ്പം 2-3 ഗ്രൂപ്പുകളായിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പൂര് നടന്നുകൊടുക്കുകയാണ്. വളരെ മോശമായ രീതിയിലേക്ക് ആ സംവിധാനം മാറി. ഇത് മാത്രമല്ല, 1926 മുതൽ ഈ 2024 വരെ ഏതൊരു പ്രസ്ഥാനത്തെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് ശരിയല്ല, അവർ വഴിതെറ്റി സഞ്ചരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് അത് സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായ ഒരു പരമാർത്ഥമാണ്. സമസ്ത എടുക്കുന്ന തീരുമാനങ്ങളുടെ കാര്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിൻ്റെ പ്രവർത്തന പരിപാടികളെ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനും തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ സത്യസന്ധമായി സ്നേഹപൂർവ്വം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മേഖലാ ജില്ലാ കമ്മിറ്റികൾ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.